ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് ഒരു ട്വിൻ ഫ്ലെയിം എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുമായിട്ട് റെസണേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒരു ട്വിൻ ഫ്ലെയിം റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ട്വിൻ ഫ്ലെയിമിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കൂടെ പോകുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് പേഴ്സണലായിട്ട് എടുക്കുക. പിന്നെ പറയാമെന്ന് വെച്ചാൽ നമുക്കൊരു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ വളരെ ട്രിഗറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്കൊരു മെർക്കുറി റെട്രോഗ്രേഡ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് 20th കൂടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സോളാർ എക്ലിപ്സും ഒരു ലൂണാർ എക്ലിപ്സും വന്നു. അങ്ങനെ കുറേ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളും ട്രിഗറിങ്, അത് റിലേഷൻഷിപ്പ് വൈസ് മാത്രമല്ല, ഫിനാൻസ്, റിലേഷൻ, ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യത്തിനും വെച്ചാൽ വല്ലാത്തൊരവസ്ഥയിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചേഞ്ചസൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ 24th കൂടി മെർക്കുറി റെട്രോഗ്രേഡ് അതിൻ്റെ അതൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഒരു ഷാഡോ ഇമേജ് ഉണ്ട്. അത് മേ ബി ഒരു മെയ് 13 വരെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചില സോഡിയാക്സിന് അത് ഭയങ്കര നല്ലതാണ്. ഈ ഒരു ടൈം പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളത് ഏരീസിനാണ്. ഏരീസ് എന്ന് വെച്ചാൽ 6 months ഭയങ്കര നല്ലതാണ് അവർക്ക്. പിന്നെ അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് അവർക്ക് നല്ലതാണ്. ഏരീസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, സാഗിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്. ഇവർക്കൊക്കെ ഭയങ്കര സൂപ്പർ നല്ല ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ലൈഫിൽ നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ചേഞ്ചസ് ഉണ്ടെങ്കിലും മറ്റവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണെങ്കിലും ട്രിഗറിങ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ 2024 ഒരുപാട് സ്പിരിച്വൽ അവേക്കനിങ്, ഒരുപാട് യൂണിവേഴ്സൽ ഇതിലോട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ട്വിന്നിനെ കാണാനും എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ട്വിൻ ഫ്ലെയിം എനർജിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഇയർ ആണ് ഇനി അങ്ങോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും ഒക്കെ കഴിഞ്ഞ ആ ഒരു ടൈം പീരീഡ്, ഇപ്പോഴത്തെ ഒരു ഇതൊക്കെയെന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങളുടെ ഒരു ട്വിന്നിന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ട്വിൻ എന്നാന്നൊക്കെ ചെറുതായിട്ടൊക്കെ മനസ്സിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവേക്കൻഡ് ആയില്ലാത്ത ട്വിൻ ഫ്ലെയിംസിനൊക്കെ ഒരു അവേക്കനിങ്ങിൻ്റെ കിക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ട്വിൻ ഫ്ലെയിമിന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വഴിക്കങ്ങ് പോവുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇന്നർ വർക്കും മിറർ വർക്കും ഒക്കെ ചെയ്ത് സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വഴി പോവുക. അപ്പോൾ ഒരു ഡിവൈൻ പവർ അല്ലെ ഡിവൈൻ ടൈമിംഗ് കൊണ്ട് നിങ്ങളുടെ ആ ഒരു റീയൂണിയനൊക്കെ ചാൻസസ് ഒക്കെ ഉണ്ട്. സോ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൾ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഭയങ്കര അൺകണ്ടീഷണലാണ്. ട്വിൻ ഫ്ലെയിം ആകുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ട, എല്ലാം അൺകണ്ടീഷണൽ ലവ്, എല്ലാം ഭയങ്കര ഡെപ്തിലും ഭയങ്കര മാഡായിട്ടും ഒക്കെയുള്ളൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ വ്യക്തിയിലോട്ട് തന്നെയാണ് ഫുൾ ടൈം. അപ്പോൾ അതേപോലത്തെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര ഡെപ്തിലും നിങ്ങൾ ഡീപ്പ് ഇമോഷൻസും അൺകണ്ടീഷണൽ ലവും അങ്ങനെ ഭയങ്കര യാതൊരുവിധ ബൗണ്ടറീസും വെക്കാതെ ഭയങ്കര നല്ല രീതിയിലും നിങ്ങളുടെ എല്ലാ മ്യൂച്വൽ ഗ്രോത്തും എല്ലാ കാര്യങ്ങളും വളരെ നല്ലതായിട്ട്, ഇപ്പോൾ നിങ്ങളൊന്ന് ഒരു ദിവസം മിണ്ടാതിരിക്കുകയാണെങ്കിലും എടുക്കുകയാണെങ്കിലൊക്കെ വളരെ മൂഡ് ഓഫ് ആവും. അതേസമയം നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, എല്ലാ കാര്യവും വളരെ സ്മൂത്തായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ആ ഒരു വ്യക്തിയിലോട്ട് തന്നെയാണ് ഫുൾ ടൈം, അതായത് 24/7 ആ വ്യക്തി തന്നെയാണ് മൈൻഡിൽ, എപ്പോഴും ആ വ്യക്തിനെ പറ്റി തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. വേറെ ചിന്തകളും കാര്യങ്ങളൊന്നും ഇല്ല. ഈവൻ ഒരു മാരീഡ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു യൂണിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്ട്രീം വരെയൊക്കെ പോകാറുണ്ട്. അതായത് നമ്മളൊരു മാരേജ് ഒക്കെ തന്നെ നിങ്ങൾ കാണാറുണ്ട്. പിന്നെ ട്വിൻ ഫ്ലെയിംസിനോട് പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ട്വിൻ ഫ്ലെയിമിനെ കണ്ടാലും നിങ്ങളങ്ങ് എല്ലാ തരത്തിലൊരു മാരേജാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് അങ്ങനത്തെ രീതിയിലൊന്നും നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ ചില ട്വിൻസിന് മാത്രമേ ആ രീതിയിൽ പോകത്തുള്ളൂ, ചില ട്വിൻസിന് പോകത്തില്ല. കാരണം നിങ്ങളുടെ മൈൻഡിൽ ഒരാളോട് ഇഷ്ടം, അതായത് നമ്മുടെ ട്വിന്നിനോട് അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഡെപ്തിൽ നമുക്ക് മേ ബി ഒരു ട്വിന്നിനെ കാണുന്ന സമയത്ത് ഒരാൾ ഒരു റിലേഷനിലായിരിക്കും, അതല്ലെങ്കിൽ ഒരാൾക്ക് രണ്ടുപേരും റിലേഷൻഷിപ്പിലുള്ളതായിരിക്കും, ഫാമിലി ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ
ചിന്തിക്കാൻ പറ്റാത്തൊരു സ്റ്റേജും കൂടെയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു അൺകണ്ടീഷണൽ ലവ് മാരേജ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഇട്ടിട്ട് പോവുക, അതൊക്കെ ഭയങ്കര ട്രിഗറിങ് ആണ് രണ്ട് സ്ഥലത്തും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളൊരു ടാരോ റീഡറിനെ കണ്ട് അല്ലെങ്കിൽ സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് നിങ്ങളൊരു ഗൈഡൻസ്, അതായത് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ്, ഈ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് പേർപ്പസ് എന്താണ്, ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് പോകുന്നത്, അതായത് നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു സോൾ കോൺട്രാക്റ്റ് എന്താണ്, അതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതല്ലാതെ നമ്മളൊരു റിലേഷനോട്ട് പെട്ടെന്ന് ചാടി ചെന്നിട്ട് ഇഷ്ടത്തിൻ്റെ രീതിയിൽ ഇറങ്ങി പോവുകയാണെങ്കിൽ എല്ലാ ട്വിൻ ഫ്ലെയിമിനോട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാരേജ് അല്ല എല്ലാവരുടെയും. അപ്പോൾ നമ്മൾ കൂടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഹീലിങ്ങും ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ആരുടെ കൂടാണോ നിൽക്കുന്നത് അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിലും ഭയങ്കര ട്രിഗറിങ് ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും, ഈവൻ ഫിസിക്കലി ഒന്നും കാണത്തില്ലായിരിക്കും, പക്ഷേ മെൻ്റലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കിക് ആയിട്ടുള്ള ആൾക്കാർ ഇവൻ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു കറക്റ്റ് ഗൈഡൻസ് കിട്ടുക, ആ രീതിയിൽ പോവുക. അപ്പോൾ എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത് മാരേജ് അല്ല, യൂണിയൻ എന്ന് വെച്ചാൽ പല രീതിയിലുമാവും യൂണിയൻ. അപ്പോൾ അങ്ങനെ ഡെപ്തിലോട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ നമ്മുടെ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, നമുക്ക് നമ്മുടെ ഫാമിലിയുണ്ട്. ഇപ്പോൾ ഫാമിലി ഇല്ലാത്ത നോർമൽ കേസാണെങ്കിൽ ഓക്കെ, പക്ഷേ മോസ്റ്റ് കേസിലും ട്വിൻ ഫ്ലെയിംസിന് ഒരു റിലേഷൻ ഓൾറെഡി ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഒരു ട്വിൻ എപ്പോഴും കമ്മിറ്റഡ് ആയിരിക്കും. പിന്നെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ സിംഗിളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് കമ്മിറ്റഡ് റിലേഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സിംഗിൾസിനാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നും, നിങ്ങൾ പ്രോപ്പർ ചാനൽ വഴി ഹീൽ ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാം മിറർ വർക്കും എല്ലാം ചെയ്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു എനർജിയുടെ വെച്ച് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ എനർജിക്ക് ഭയങ്കര അൺകണ്ടീഷണൽ ലവ്, എല്ലാ തരത്തിലും ഒരു നോർമൽ ഒരു അഫെയറിൽ കാണുന്ന പോലത്തെ എല്ലാ ടൈപ്പ് ഓഫ് ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ ഈ വ്യക്തിയോടുണ്ട്. കംപ്ലീറ്റ് ഒരു വീനസ് എനർജി, അതായത് ഒരു ടോറസിനോടൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. ഫുൾ വീനസ് എനർജി എന്ന് പറയുമ്പോൾ എല്ലാത്തിനോടും ലവ്, കെയറിങ്, അഫെക്ഷൻ, ബ്യൂട്ടി, ലക്ഷറി അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഇതായിട്ട് ചെയ്യുന്ന ഇതാണ് നമ്മുടെ വീനസിൻ്റെ ആ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനോടും നിങ്ങൾക്ക് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു എനർജി ഫ്ലോ പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ, ആ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ ഒരു റിലേഷനുള്ള ആൾ തന്നെയാണ്, ആ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് രണ്ടിലും, അതായത് ഈ ഒരു ട്വിൻ സോളിലും അതുപോലെ തന്നെ കാമിക് റിലേഷനും ഇടയ്ക്ക് പെട്ടിരിക്കുകയാണ് ഗൈസ്. ശരിക്കും പെട്ടിരിക്കുകയാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് കാർമിക് റിലേഷനാണെന്ന് അറിയാം, അത് ഞാൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് വെച്ചാൽ ഞാൻ ചിലപ്പോൾ മേ ബി ദർ ഈസ് എ ചാൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റിലേഷൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരാൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ പരിചയപ്പെടുന്നതിനൊക്കെ ഒരുപാട് നാൾ മുന്നേ തന്നെ നിങ്ങളുടെ ട്വിന്നിന് ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. മേ ബി ആ റിലേഷൻ വളരെ ഡെപ്തിലുണ്ടായിരുന്ന ഒരു നോർമൽ ഒരു സോൾമേറ്റ് കണക്ഷൻ, എന്തൊരു നോർമൽ ഒരു അഫെയർ. ആ അഫെയർ പോയി, അതല്ലെങ്കിൽ അവരെന്തെങ്കിലും തേച്ചിട്ട് പോയി, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കൊണ്ട് ഇവർക്ക് നല്ലൊരു പണി ഇരിക്കുന്ന സമയത്ത് ഒരു ചാൻസ് ഉണ്ട്, പ്രപ്പോസൽസ് വരുന്നു, ആ ഒരു കല്യാണം കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ചില ആൾക്കാർ കുറച്ചൊന്ന് ടൈമൊക്കെ എടുത്തിട്ട് ഹീലൊക്കെ ചെയ്തിട്ട് ഒക്കെ കല്യാണം കഴിക്കും. ചിലർ ആ ഒരു വിഷമം മാറാൻ വേണ്ടി ചിലപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ ഇതിനോട്ടും പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാതെയും വിഷമം മാറാതെയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങ് പെട്ടെന്നൊരു കല്യാണം കഴിക്കും. അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള കഴിക്കുന്ന ആൾക്കാർക്ക് ട്വിന്നിനെ കണ്ടു കഴിയുമ്പോൾ വീണ്ടും സോളല്ലേ, ഇപ്പോൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. ആൾക്ക് വ്യക്തമായിട്ടറിയാം അതെൻ്റെ കാർമിക്കാണ്, ഞാനായിട്ട് കൊണ്ട് തലയിൽ വെച്ചിരിക്കുന്ന കേസാണ്, സോ അതെനിക്ക് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടിനും ഒരു ബാലൻസിൽ നിൽക്കുകയാണ്. നിങ്ങളും വേണം, നിങ്ങളോട് ഭയങ്കര അൺകണ്ടീഷണൽ ലവും, അതായത് ഓൾമോസ്റ്റ് നമ്മുടെ സോളാണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഒരു അൺകണ്ടീഷണൽ ലവ് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സോൾ കണക്ഷനാണുള്ളത്. അപ്പോൾ മറ്റത് കാർമിക് ആയതുകൊണ്ട്, ഞാൻ തലയിൽ വെച്ചതായതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അങ്ങനെയായിരിക്കും. അതല്ലെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചായിരിക്കും. എന്തായാലും സ്വന്തമായിട്ട് പോയി ചാടിയൊരു കേസാണത്.
അപ്പോൾ അത് തലയിൽ വന്നത് എൻ്റെ കാർമിക്കാണ്, ഞാൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന രീതിയിലാണ്. പക്ഷെ എന്നാലും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ മൈൻഡിൽ കംപ്ലീറ്റ്ലി നിങ്ങളോടുള്ള ആ ഒരു കെമിസ്ട്രി, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡെപ്തും ഫീലിങ്സും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കെമിസ്ട്രി, നമ്മൾ തമ്മിലൊരു ബോണ്ട്, നമ്മൾ പറയുമ്പോൾ സോൾമേറ്റ് കണക്ഷൻ, സോൾമേറ്റ് അല്ല, ട്വിൻ, രണ്ട് സോൾസും ഒന്നായത് കൊണ്ടുള്ള ആ ഒരു ഡെപ്തിലുള്ളൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം ആ വ്യക്തിക്കും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ വ്യക്തി ഈ ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതായത് നിങ്ങളെ കൂടെ പിടിച്ചിരിക്കുന്നത്. ആ വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും മേ ബി ട്വിൻ എന്താണെന്ന്, ട്വിൻ ഫ്ലെയിം എന്താണോ എന്നൊന്നും. അപ്പോൾ പുള്ളിക്ക് ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് കൂടുതലും ഇത് കാണിക്കുന്നത്. പക്ഷേ എന്നാലും മറ്റേ റിലേഷനും ബാലൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന രീതിയിലുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആ വ്യക്തി വളരെയധികം എൻജോയ് ചെയ്യുന്നു. നിങ്ങൾ അയാളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ വേറെ ആരും ട്രീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ കാണിക്കുന്ന വളരെ സിൻസിയറും ഹോണസ്റ്റും ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പുള്ളിക്ക് ആ വ്യക്തി ഭയങ്കരധികം നമ്മളങ്ങ് സമ്മതിച്ച് തന്നിട്ടുണ്ട്. ശരിയാണ്, എന്നെ വേറെ ആരും ഇതേപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതൊക്കെ ആ വ്യക്തി അംഗീകരിക്കുന്നതാണ്. ആ വ്യക്തിക്ക് അറിയാം. ചിലപ്പോൾ നിങ്ങളോട് ഒരു മെസ്സേജ് ചെയ്താൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. നോർമൽ ട്വിൻ കേസിന് ഇങ്ങനെയൊക്കെയാണ്, മെസ്സേജ് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യത്തില്ല, ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിടും. അതല്ലെങ്കിൽ എന്താണ്, വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ അടുത്ത് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള പല പല രീതിയിൽ നമ്മളെ തകർക്കുന്ന രീതിയിൽ ഇവർ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് റണ്ണറാണ് എപ്പോഴും അങ്ങനെ കാണിക്കുന്നത്. ആ റണ്ണറിൻ്റെ എനർജി, നമ്മുടെ എനർജിയുടെ ഒരു ഫ്ലോ കൂടുമ്പോൾ അവർക്ക് അങ്ങനെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. എന്നാലും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് നല്ല ഡീപ്പ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേ കാർമിക്കിലൊക്കെ നിൽക്കുന്നത് ഒക്കെ കൊണ്ടാണ്. അതല്ലാതെ നിങ്ങളോട് ട്വിന്നാവുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ നമ്മളോട് പ്രത്യേകിച്ചും ഇഷ്ടക്കുറവും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അപ്പോൾ നിങ്ങളോട് വിളിക്കുന്നില്ലെങ്കിലൊക്കെ നിങ്ങൾ ഓർക്കുക, ആ ഒരു കാർമിക്കിൽ ഇങ്ങനെ അവിടെ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട്. കാർമിക്കലി റിലേഷൻ ആകുമ്പോൾ ഒരിക്കലും നല്ലത് ഇതില്ല. അവർ എന്താണെന്ന് വെച്ചാൽ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലായി എടുത്ത് അവിടുന്ന് ഹീൽ ചെയ്ത് വരാനൊക്കെ വേണ്ടിയാണ് ഒരു കാർമിക് റിലേഷൻ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ എന്തായാലും അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിൻ്റെ ടൈം കഴിയുമ്പോൾ ചിലപ്പോൾ ആ കാമിക് റിലേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരവിടെ നിന്ന് വെളിയിൽ നിന്ന് വരാം. അതല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ ഹീൽ ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ആ ഒരു ഇത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തി അവിടെ നിൽക്കുകയാണ്. അതല്ല നിങ്ങളോട് സ്നേഹക്കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വിളിക്കാതെയും സംസാരിക്കാതിരുന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി അങ്ങ് ഡിസ്കണക്ട് ചെയ്ത് പോവും. ട്വിൻ ഫ്ലെയിമോട് ഒരിക്കലും പോകത്തില്ല, ലൈഫ് ലോങ് കാണും അത് കൂടെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുക, സങ്കടപ്പെട്ടിരിക്കുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ നിങ്ങളുടെ മിറർ വർക്ക് ചെയ്യുക, ഇന്നർ വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ സെൽഫ് ലവ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ പോകുമ്പോൾ ആ വ്യക്തി അതുപോലെ ഹീൽ ചെയ്യും. ആ കാമിക് റിലേഷനിൽ ഹീൽ ചെയ്ത് അങ്ങനെ വരും. അതാണ് ഇപ്പോഴത്തെ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ട്വിൻ സോൾ ആയതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കൊരുപാട് പാസ്റ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് ചില ട്വിൻസിന്. അപ്പോൾ ഈ ഒരു എനർജി വെച്ചിട്ട് അതായത് മേ ബി നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ പണ്ട്, അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചാൻസസ് ഉണ്ട് ഈ ലൈഫിൽ ആ വ്യക്തിക്കും ഇപ്പോൾ ഒരു ചെറിയ അവേക്കനിങ് ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലും അതായത് നിങ്ങൾ ഒരുപാട് ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ലവിൻ്റെ കാര്യത്തിൽ. അതായത് നിങ്ങളുടെ ഫാമിലി ഭയങ്കര എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു ഫാമിലി, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി മേ ബി നിങ്ങൾ തമ്മിൽ ആ ജന്മത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ അന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ കൊണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു നമ്മൾ ഫാമിലി പാരൻസിനും ആൾക്കാർക്കൊക്കെ വേണ്ടി നമ്മൾ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി അത് സക്സസ് ആയിട്ടൊന്നും ഇല്ല. അത് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഫാമിലിക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്ത് പോയതാണ്. അപ്പോൾ ഈ ജന്മത്തിൽ ദർ ഈസ് എ ചാൻസ് നിങ്ങൾ തമ്മിൽ അതാണ് നിങ്ങൾ ആ ഒരു പാസ്റ്റ് ലൈഫിൻ്റെയും അതും അതിൻ്റെ അന്ന് ഒരുപാട് കാമിക്സൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് നമുക്കത് അങ്ങനെയുള്ള ഒരൊന്നും വരാതിരുന്നത്. സോ അപ്പോൾ ഈ ലൈഫിൽ നിങ്ങളുടെ കാമിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യണം. അതുപോലെ തന്നെ
ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് അന്ന് കുറച്ച് അവേക്കനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ കുറച്ചും നിങ്ങളുടെ ഒരു ട്വിന്നിനെ കാണാനും നിങ്ങൾക്ക് ഒരുപാട് ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാനും ഒക്കെ മനസ്സിലായൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയും അതുപോലെ തന്നെ ഗ്രാജുവലി ഹീലിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ആ വ്യക്തിയും സ്പിരിച്വലി അവേക്കൻഡ് ആവും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ കാണാനും എടുക്കാനും ഒക്കെ സാധിച്ചത്. സോ അപ്പോൾ നമ്മൾ പ്രോപ്പർ രീതിയിൽ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ട്വിന്നുമായിട്ടും ഒരു എനർജി ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരിക്കലും നമ്മൾ ഓർക്കരുത് നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ, പക്ഷേ അത് നമ്മൾ ഹീൽ ചെയ്യണം. നമ്മൾ ആ ഒരു എനർജി എപ്പോഴും ട്വിൻ ഫ്ലെയിമിൻ്റെ ഒരു കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിയൻ അല്ലെങ്കിൽ നമ്മളുടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഒരു കല്യാണമല്ല. അതെന്ന് വെച്ചാൽ രണ്ടുപേരുടെ എനർജി ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രോത്തും കാര്യങ്ങളും എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ ഹാർട്ട് ചക്രയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും അതൊക്കെ കാമായിട്ടും ക്വയറ്റായിട്ടും രണ്ടുപേരുടെ ഇടയിലും വളരെ പീസ്ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളും ഹീൽ ചെയ്യണം. ഇപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെയൊക്കെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി ദർ ഈസ് എ ചാൻസ് നിങ്ങൾ ഈ ലൈഫിലും അത്രയും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെയൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹീൽ ചെയ്യാം. നിങ്ങൾ വിഷമിച്ചിരിക്കാതെ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മൈൻഡിന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ആ പേഴ്സണ് നിങ്ങളോട് 100% ഷുവർ ആസ് എ ട്വിൻ ഫ്ലെയിം സെയിം സോൾ ആയതുകൊണ്ട് അവർക്ക് എന്തായാലും നമ്മുടെ ഇമോഷൻസ് കിട്ടും, നമ്മുടെ ഫീലിങ്സ് കിട്ടും, എല്ലാം നല്ലതുപോലെ നമുക്കുള്ളതുപോലെ തന്നെ അവർക്കും കിട്ടുന്നുണ്ട്. അവർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ അവരുടെ ആ ഒരു കാർമിക്കും ഓരോരുത്തരുടെ കാർമിക് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ മാറുന്നത്. അപ്പം നിങ്ങളും ഹീൽ ചെയ്ത് പ്രോപ്പറായിട്ട് പോവുക. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ എനർജിയാണ് പറയുന്നത്, നിങ്ങളുടെ എനർജി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ ഒരു റിലേഷൻ ഉള്ള ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിലൊരു കാർമിക് റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മതിയായി എന്നൊരവസ്ഥയാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളത് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നിങ്ങൾ ഓർക്കും ഇത് ഇമ്പ്രൂവ് ചെയ്ത് പോകാം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ അത് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ട്വിൻ ഫ്ലെയിമിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു റിലേഷൻസും നമ്മുടെ മൈൻഡ് കൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഹീൽ ചെയ്യാം, അതങ്ങ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം, അത്ര തന്നെ. അപ്പം പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് കാർമിക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. ബട്ട് നൗ ദ ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സോളിന് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു കാർമിക് റിലേഷന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹീലിംഗ് സ്റ്റേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ വളരെ നല്ലൊരു നല്ലൊരു എന്താ പറയുക, ഒരു ബ്രൈറ്റ് ന്യൂ ലൈഫിന് വേണ്ടി നിങ്ങൾ ആ ഒരു പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതും അത്ര വലിയ നല്ല രീതിയിൽ പോകുന്ന സ്മൂത്തായിട്ട് നിങ്ങളും ശരിക്കും അടുത്തൊരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള. അത് ഈവൻ ഒരു ഫാമിലി ഹസ്ബൻഡ് ആയിരിക്കും, വൈഫായിരിക്കും, അതല്ല എങ്കിൽ ഒരു നോർമൽ ഒരു പാർട്ട്ണറായിരിക്കും. ഇനി എന്ത് റിലേഷനാണ് നിങ്ങളും ആ ഒരു റിലേഷൻ കൊണ്ട് കംപ്ലീറ്റ്ലി അങ്ങ് മതിയായ ഒരവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ എനർജി കണക്ഷനൊക്കെ ഉള്ളത് കണക്റ്റഡൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഹീൽ ചെയ്തൊക്കെ വരുന്നുണ്ട്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യം ഏകദേശം ഒക്കെ കുറച്ചൊക്കെ ഓക്കെ ആയിക്കെ വരുന്നുണ്ട് ആ ഒരു കാർമിക് റിലേഷനുമായിട്ട്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ എനിക്ക് തോന്നുന്നു അയാളും കുറച്ചൊക്കെ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ നിങ്ങൾ അയാളെ കുറച്ചൊക്കെ ട്രിഗർ ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ ഒരു ട്രിഗറിങ് കുറച്ച് കൊടുക്കുക. കാരണം വെച്ചാൽ നിങ്ങളെക്കാട്ടി കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണത്. നമുക്ക് ഉണ്ടാകുന്നതിനെക്കാട്ടിയും കൂടുതൽ വിഷമം കാര്യങ്ങളൊക്കെ ആ പേഴ്സണാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട്. അതായത് നമ്മുടെ ഹൃദയം തകർന്ന രീതിയിലൊക്കെ പുള്ളി നേരത്തെ പറഞ്ഞ പോലെ തകർന്നിരിക്കുകയാണ്.
അഡൽട്ട് ലൈഫിൽ ഒരുപാട് പാസ്റ്റ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ അയാളെ അലേർട്ട് ചെയ്യുന്നുണ്ട്, മീൻസ് അലേർട്ടല്ല, അയാളൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവില്ലായിരിക്കാം, മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല, ഒരു തരത്തിലും കണക്ഷൻ ഒന്നും ചിലപ്പോൾ ചില സമയത്ത്, എല്ലാ ദിവസവും എന്നല്ല, ചില സമയങ്ങളിൽ അതൊന്നും വെക്കുന്നില്ലായിരിക്കാം. ബട്ട് അതും ഒക്കെ ഭയങ്കര ഫീലിങ്സ് ഉണ്ട്. ബിക്കോസ് ഇവിടെ ഈ ഒരു റിലേഷൻ കാർമിക്കിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് ആണ് അങ്ങനത്തെ ഒരു ഇതിലോട്ട് ആൾ വരാത്തത്, അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെക്കാട്ടി ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ വ്യക്തിനെ മാക്സിമം നമ്മൾ ട്രിഗർ ചെയ്യാതിരിക്കുക. നിങ്ങളോട് ഫീലിങ്സ് ഒക്കെ ഉണ്ട്, ബട്ട് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റിലേഷൻ്റെ നിങ്ങൾ തമ്മിലിപ്പോൾ ഈ ഒരു ലൈഫിൽ ഉള്ളൊരു സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഈ ഒരു റിലേഷൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻ ഭയങ്കര ട്രാപ്പ് ചെയ്തത് കംഫർട്ടായിട്ട് ഭയങ്കര ആ ഒരു രീതിയിലിരിക്കുന്നൊരു ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ചൊരു ഗ്രോത്ത്, അതായത് ലൈഫിൽ എല്ലാ തരത്തിലും ഒരേപോലെ നിൽക്കണമെങ്കിൽ നമ്മളുടെ ട്വിൻ ഫ്ലെയിം എനർജി പറയുന്നത് തന്നെയാണ്. ആ ഒരു എനർജി ബാലൻസ് ചെയ്യാൻ നമ്മളുടെ ഗ്രോത്തും നമ്മളുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ആ ഒരു ബാലൻസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള എല്ലാ ഹീലിങ്സും എല്ലാം കഴിയുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് എല്ലാ തരത്തിലും നല്ല ഗ്രോത്തും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു എനർജിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻ്റെ ഒരു സ്റ്റാറ്റസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സ്റ്റേജ് നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട്, അതായത് നമ്മൾ പറയത്തില്ലേ, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ട് വന്നാലും അതെന്താണ് സത്യമെന്നൊക്കെ ലാസ്റ്റ് മനസ്സിലായിട്ടുണ്ട്. ആ പേഴ്സൺ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ആസ് എ ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ അതൊക്കെ മറന്നീക്കി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പേഴ്സണും നല്ലപോലെ അറിയാം അയാളുടെ ലൈഫിൽ നിങ്ങൾ വന്നതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല ഇമോഷണലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് ചില സമയത്തൊക്കെ ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നാലും അതൊക്കെ മാറിയൊക്കെ നല്ല രീതിയിലൊക്കെ തന്നെ. ഇപ്പം എന്തായാലും രണ്ടുപേർക്കും ഒരു റിലേഷൻ എന്താണെന്ന് ഇപ്പോൾ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരും ഇല്ലാതെ പറ്റാത്ത ആ ഒരു ഇത് തന്നെയാണ്. പിന്നെ ചില പ്രോബ്ലംസും അത് കാർമിക്കിൻ്റെ ഇതൊക്കെ ഇതുള്ളതുകൊണ്ടാണ് ആ റിലേഷൻ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് വരുന്നത്. എങ്കിലും ഇൻസൈഡ് രണ്ടുപേർക്കും ആ നോർമൽ രീതിയിലൊക്കെ തന്നെ നല്ല രീതിയിലൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളിലും അറിയാം നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ട്, ഫീലിങ്സും ഉണ്ടൊക്കെ. പക്ഷേ ചില സമയത്ത് ഈ കാർമിക്കിൻ്റെ ഇതൊക്കെ കൊണ്ട് തന്നെ ചില സമയത്ത് അവർക്ക് നല്ല രീതിയിൽ വരാനൊന്നും പറ്റത്തില്ല. അതായത് ഒരു പ്രോപ്പറായിട്ടൊരു വിഷനോ കാര്യങ്ങളോ ചില സമയത്ത് കിട്ടത്തില്ല. അതായത് ആ കാർമിക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് അവരുടെ മൈൻഡ് അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നിങ്ങളായിട്ടുള്ള ആ ഒരു ഇതൊക്കെ അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ടും പുള്ളി വളരെ സ്ട്രെസ് അനുഭവപ്പെടുന്ന ഒരാളാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷനിലും ഉണ്ട്. കാര്യം ഈ കാമിക് റിലേഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും പ്രോബ്ലംസ് ഉണ്ടാകും. അങ്ങോട്ട് പോകാനും പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് വരാനും പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ അങ്ങ് ട്രാപ്പിലായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. മൈൻഡും ഒക്കെ തന്നെ മെൻ്റലി നമ്മളിവിടെയാണ് എങ്കിലും പക്ഷേ ഫിസിക്കലി നമ്മളവിടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില സമയത്ത് അപ്പോൾ അതൊക്കെ കൊണ്ട് ഭയങ്കര പ്രോബ്ലംസൊക്കെ അവർക്കുണ്ടാവും. അതല്ലാതെ നിങ്ങളോടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല. ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. സോ അപ്പോൾ ഇന്നത്തെ റീഡിങ് എൻ്റെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ താങ്ക് യു മൈ സോൾ ഫാമിലി. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.